നമസ്കാരം. സ്പീഡ് ന്യൂസ്. അതിരപ്പള്ളി വാച്ചുമരത്ത് കാട്ടാനാക്രമണത്തിൽ മരിച്ച വത്സയുടെ മൃതദേഹം സംസ്കരിച്ചു. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ റോഡ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രസിദ്ധമായ തിരുവില്ലാമല ഏകാദശി നാളെ. ഏകാദശി പുണ്യം തേടി വ്രതമെടുത്ത് ആയിരങ്ങൾ തിരുവില്ലാമല വില്വാതിരിനാഥ ക്ഷേത്രത്തിലെത്തും. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ 49ാമത് ലക്ഷാർച്ചനാ യജ്ഞം ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. കുമരനെല്ലൂർ മൂസപ്പടിയിൽ സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് മരിച്ചു. ഇരട്ടക്കുളങ്ങര ഉലിപ്പാറ വീട്ടിൽ 34 വയസ്സുള്ള സനൂപാണ് മരിച്ചത്. തൃശൂർ ശക്തൻ മത്സ്യ മാർക്കറ്റിന് സമീപത്തുള്ള മരത്തിന് മുകളിൽ കുടുങ്ങിയ കൊക്കിന് പുതുജീവനേകി അഗ്നിശമന സേന. ചുണ്ടിൽ തുളച്ചു കയറിയ ചൂണ്ടക്കുളുത്തുമായി മരച്ചില്ലയിൽ കുടുങ്ങിക്കിടന്ന കൊക്കിനെയാണ് അഗ്നിശമന സേന രക്ഷപ്പെടുത്തിയത്. കടങ്ങോട് വെള്ളറക്കാട് മുക്കിലപ്പീടിക തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാകാത്ത അധികൃതരുടെ നടപടിക്കെതിരെ കോൺഗ്രസ് പേങ്ങാട്ടുപാറ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ധർണ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര കരിമത്ര 2ാം വാർഡിൽ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. രമ്യ ഹരിദാസ് MP മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. മറ്റം ഫൊറോന CLCയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആചരിച്ചു. നഗരസഭാ കൗൺസിലർ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. യാക്കോബായ സുറിയാനി സഭ മർത്തമറിയം വനിതാ സമാജം കുന്നംകുളം മേഖല വാർഷിക യോഗം നടത്തി. കുന്നംകുളം മേഖല പ്രസിഡന്റ് ഫാദർ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. ദേശമംഗലം തലശ്ശേരി ബനാത്ത് യതീംഖാനയുടെ കീഴിലുള്ള ALP സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോസ്റ്റൽ സബ് ഡിവിഷന്റെ സഹകരണത്തോടെ തെക്കങ്കര പോസ്റ്റ് ഓഫീസിൽ ആധാർ മേള സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്ര പുറംപോക്ക് ലേലത്തിൽ റെക്കോർഡ് വരവ്. 33,33,333 രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. കൊടുങ്ങല്ലൂർ സ്വദേശി കരിനാട്ട് ലാലുവാണ് ടെൻഡർ സമർപ്പിച്ചത്. മലയാളികളുടെ പ്രിയ നടൻ കലാഭവൻ മണി വിടവാങ്ങിയിട്ട് 8 വർഷം. മണി സ്മരണകളുമായി ആരാധകർ പാടിയിൽ ഒത്തുചേർന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചേലക്കരയിലെ ഫിസിയോതെറാപ്പി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്ത് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന് NABH അക്രഡിറ്റേഷൻ ലഭിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി UDF മണ്ഡലം നേതൃസംഗമം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ മാസം 17-ന് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. കുന്നംകുളം നഗരത്തിൽ നിയന്ത്രണമിട്ട സ്വകാര്യ ബസ് കാറുകളിൽ ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അലങ്കാർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ പ്രഥമ സംസ്ഥാന സംഗമം നാളെ ചാലക്കുടിയിൽ നടക്കും. ചാലക്കുടി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സംഗമം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. മാള പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ജലനിധി ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് അബി പ്രസാദ് കുത്തിയിരിപ്പ് സമരം നടത്തി. കുത്തിയിരിപ്പ് സമരം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 19ാമത് തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഈ മാസം 8 മുതൽ 27 വരെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കും. ചലച്ചിത്രമേളയിൽ 175ഓളം സിനിമകൾ പ്രദർശിപ്പിക്കും. ദേശീയപാത നടത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. തമിഴ്നാട്ടിൽ നിന്ന് കാലടിയിലേക്ക് പോവുകയായിരുന്ന ചലക്ക് ലോറിക്ക് പുറകിൽ എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. പലസ്തീൻ ഐക്യദാർഢ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച കാളത്തോട് പുളിപ്പറമ്പിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കും. ഫാദർ പോൾ തേരക്കാട്ട് ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെയും ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗിന്റെയും നേതൃത്വത്തിൽ 60 വനിതാ സംരംഭകരുടെ സംഗമം നടത്തി. ഡോക്ടർ ഇഷ ഫർഹ ഉദ്ഘാടനം ചെയ്തു.
കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്കുള്ള ജീവൻ രക്ഷാമരുന്നിന് സബ്സിഡി നൽകണമെന്ന് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ്. ശനിയാഴ്ച ചെമ്പൂക്കാവ് എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടക്കുന്ന വാർഷിക പൊതുയോഗം പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ആക്ട്സിന്റെ 17ാം വാർഷികാഘോഷം ഞായറാഴ്ച നടക്കും. വായനശാല ഹാളിൽ നടക്കുന്ന വാർഷികാഘോഷം നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. യുവ സാഹിത്യകാരി സരിത പാറാട്ട് രചനയും സംവിധാനവും നിർവഹിച്ച രണ്ടിലക്കൊമ്പ് എന്ന ഹ്രസ്വചിത്രം വനിതാ ദിനത്തിൽ റിലീസ് ചെയ്യും. അമല മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ ജില്ലാ ജഡ്ജി വി. വിനീത നിർവഹിക്കും. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ബ്ലോഗർക്കെതിരെ എക്സൈസ് കേസെടുത്തു. ഫുഡി ഷെഫ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി വാലത്തറ വീട്ടിൽ നിധിനെയാണ് കൊടുങ്ങല്ലൂർ റേഞ്ച് ഇൻസ്പെക്ടർ M. ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക് കുപ്പിവെള്ളം സൂക്ഷിക്കരുതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളം, കോളകൾ എന്നിവ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് സുരക്ഷിതമല്ല. 27 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഇരുമ്പപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫയെ കായിക വിദ്യാർത്ഥികൾ ആദരിക്കും. ശനിയാഴ്ച സ്കൂളിൽ നടക്കുന്ന പരിപാടി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്യും. തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രക്ഷേമ സമിതിയുടെയും ഗുരുവായൂർ ദേവസ്വത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശിവരാത്രി മഹോത്സവം നാളെയും മറ്റന്നാളും ആഘോഷിക്കും. നിർമ്മാല്യ ദർശനം, വാകച്ചാർത്ത്, അഭിഷേകം മുതലായവ നടക്കും. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP കൗൺസിലർ KK മുരളി ഹരിതകർമ്മ സേനാംഗങ്ങൾ തോട്ടിപ്പണിയാണ് ചെയ്യുന്നതെന്ന പരാമർശം കൗൺസിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് നീക്കം ചെയ്യാൻ ഹൈക്കോടതി നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി BJP. KK മുരളി നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വേനൽ കനത്തതോടെ ചാവക്കാട് ബസ് സ്റ്റാൻഡിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ആശ്വാസമായി ചാവക്കാട് നഗരസഭയുടെ തണ്ണീർ പന്തൽ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.